എന്താണ് ഇത്? കർത്താവ് നിങ്ങളുടെ സ്വാഭാവികമായുള്ള കഴിവും സ്വാധീനവും കൊണ്ടതിനേക്കുള്ളവർ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നടക്കാൻ പോകുമ്പോഴാണ് ഇതെല്ലാം ടെൻഷൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത് വിവേചിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയത്തെ രസം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ. ഇപ്പോൾ ഡോക്ടറും ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അങ്ങേരും അതിൽ വിശ്വസിക്കുന്നുണ്ട്, അങ്ങേരും അതിൽ കൃത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ആ ഉടമ്പടിയിൽ. ഇനി രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആപ്ലിക്കേഷൻ കൊടുത്ത് കോൾഫോർ ചെയ്ത് അത് അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മാതാവ് പുതിയ വാതിൽ തുറക്കും. പുതിയ വാതിലെന്താ തുറക്കണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ വന്നപ്പോൾ കുറേ പേര് ആദ്യം കിട്ടിയ അനസ്തേഷ്യസ്റ്റായിട്ടാണ്. ഇപ്പോൾ ഡോക്ടർ ഭയങ്കര വിഷമമാണ്. അനസ്തേഷ്യ പ്രൈവറ്റ് കോളേജിലും അത് തന്നെ കിട്ടിയത്. പിന്നെ ജനറൽ മെഡിസിൻ കിട്ടി. ജനറൽ മെഡിസിൻ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെ പ്രോസസ്സിങ് ആണ്. എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ദൈവം അവിടെ എത്തിച്ചതെന്ന് നിങ്ങൾ ധരിക്കരുത്. ദൈവം നിങ്ങളെ കൊണ്ടുപോകുമായിരിക്കും. പിന്നെ എന്താ അവസാനം പെർട്ടിക്കുലർ മെഡിസിൻ, ഡോക്ടർ വിശ്വസിച്ച ഒരു മെഡിസിനുണ്ട്, അതിലേക്ക് കൊണ്ടുപോകും. അതൊരിക്കലും ചിന്തിക്കാത്ത ഒരു റാങ്കിലാണുള്ളവർക്കാണ് അത് കിട്ടണത്. പക്ഷേ അതിലേക്ക് ഈ താഴെയുള്ള ആൾക്കാരെല്ലാം വേറെ വേറെ കോളേജിലിട്ട് പോകും. അപ്പോൾ സീറ്റെല്ലാം വേക്കൻ്റായിട്ട് വരും. ഡോക്ടർ അവസാനം പ്രവേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ മെഡിസിനിലേക്കാണ്. ദാറ്റ് മീൻസ് അത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു ഭയങ്കര റാങ്ക് കയറ്റമാണ്. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്കിന് കിട്ടുന്ന അവരുടെ മെറിറ്റിൽ കിട്ടുന്ന സംഭവമാണ് മാതാവ് ഗ്രേസിൽ കൊടുക്കുന്നത്. കൈയിട്ടിച്ച് കർത്താസലിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അച്ഛനിലൂടെ ഇപ്പോൾ ഈശോ ഇതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു 20% പേര് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡൈക്കോട്ടമി, ഒരു തരത്തിലുള്ള ഇറിറ്റേഷൻസ്, അസ്വസ്ഥങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ വല്ലാതെ അങ്ങ് ചിന്തിച്ചിട്ട് ഇത് നമുക്ക് കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുത്തിട്ട് നിങ്ങൾ ഡൗൺ ആയിട്ട് ഇന്നാക്റ്റീവായി പോകും. പ്രാർത്ഥിക്കാതെ, അത് പ്രത്യാശ വെക്കാതെ കൂളായി പോകും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം നിങ്ങളെ ഈ കേസ് കെട്ട് വിട്ടാലും ദൈവം കേസ് കെട്ട് വിടത്തില്ല. അത് മനസ്സിലാക്കാത്തവരാണ് മണ്ടന്മാർ. വിഡ്ഢി തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവം ഇല്ല എന്ന്. അങ്ങനെ ഒരു വചനമുണ്ട്. വിഡ്ഢി തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവം ഇല്ല എന്ന്. നമ്മൾ ദൈവം ഇല്ല എന്ന് പറയത്തില്ല. നമ്മളെന്താ ചെയ്യണത്? ഈ വിഷയത്തിൽ ദൈവം ഇല്ലെന്നാണ് പറയണത്. ഈ വിഷയത്തിൽ ദൈവമില്ല. ഇത് സ്വാഭാവികമായിട്ട് പ്രൊസീജിങ്സിൽ പോവുകയാണ്. അതാണ് നമുക്ക് പറയുന്ന ഒരു അപകടം. ഈ വിഷയത്തിൽ തന്നെ ഒരു സാക്ഷി, ക്രിസ്തു ജോസഫിൻ്റെ സാക്ഷി എന്താ? ഇയാളൊരു നല്ല വെൽ ലേണഡ് സ്റ്റുഡൻ്റാണ്, ടീച്ചറുമാണ്, IELTS പഠിപ്പിക്കുന്ന കോച്ചറാണ്. പക്ഷേ എന്താ പറ്റുക, ഇയാൾ ഒരു കോൺഫിഡൻ്റ്, ചെറുപ്പത്വത്തിൻ്റെ ഒരു ആത്മവിശ്വാസമില്ലേ. അപ്പോൾ അതുകൊണ്ട് മിനിമം പ്രയറേ ഉള്ളൂ. ചെറുപ്പക്കാരുടെ ചെറിയൊരു പ്രോബ്ലം, അവരെ ഒക്കെ ബുദ്ധിപരമായിട്ട് നോക്കിയിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് പറയും, ഇത് ദൈവം സഹായിക്കും, പക്ഷെ നമ്മൾ അധ്വാനിക്കണ്ടേ, നമ്മൾ കഷ്ടപ്പെടണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവരുടെ മസിലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. കഷ്ടപ്പാട്, മെറിറ്റല്ല. അവരുടെ മെറിറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഉടമ്പടിയുടെ ഭാഷ മെറിറ്റാണത്. നമ്മളുടെ ആരോഗ്യം, ബുദ്ധി, നമ്മുടെ സ്വാധീനം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഓവറായിട്ട് നമുക്ക് ഈ മെറിറ്റിന് ഓവർ പ്രാധാന്യം വന്നാൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. മക്കളെ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ കഴിവ്, അതിന് നിങ്ങൾ ഓവർ പ്രാധാന്യം കൊടുത്താൽ അപ്പം നിങ്ങൾ മെറിറ്റിലാണ് ആശ്രയിക്കണമെന്ന് വന്നില്ലേ, അപ്പം ഗ്രേസ് വർക്ക് ചെയ്യത്തില്ല. ബൈബിള് നമ്മൾ ഉടമ്പടി വർക്ക് ചെയ്യണത് എന്ത് ഫോർമാറ്റിലാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ ഈ ക്രിസ്തു ജോസഫിന് സംഭവിക്കുന്നത് എന്താണ്? ക്രിസ്തു ജോസഫിന് എല്ലാം ഓക്കെയാണ്. ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്, അവരെ കണ്ടറിയാൻ പറ്റുന്ന നല്ല പിടിക്കനായിട്ടാവുന്ന സാക്ഷ്യം പറയണത്. അതിനിടയ്ക്ക് സംഭവം ഉണ്ടായി. അവൻ്റെ മെറിറ്റ് പോയി. മെറിറ്റ് എന്താ പോയത്? അവൻ ഈ IELTS ഒക്കെ പഠിപ്പിച്ചിട്ട് കാനഡയ്ക്ക് ചാടാൻ വേണ്ടി നിന്ന പാർട്ടിയാണ്. പക്ഷേ പെട്ടെന്ന് മെറിറ്റ് പോയി. മെറിറ്റ് എന്താ പോയത്? ഇവൻ്റെ വണ്ടി പോയി വേറെ വണ്ടിയായിട്ട് ഇടിച്ച് കൈ ഒടിഞ്ഞു പോയി. മെറിറ്റ് പോയി.
ഉടമ്പടിയുടെ ഭാഷ പറഞ്ഞാൽ മെരിട്ട് പോയെന്നേ ഉള്ളൂ, അല്ല കൈയൊടിഞ്ഞെന്ന് പറയത്തില്ല ഉടമ്പടി. മനസ്സിലായില്ലേ? ഇതിനെല്ലാം തർജ്ജിമകളുണ്ട്. ഉടമ്പടിയുടെ കവനൻ്റൽ ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അതായത് നമ്മളെ കൈയൊടിഞ്ഞെന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ അനാട്ടമിക്കലായിട്ട് കൈയൊടിഞ്ഞ്, ഫിസിക്കലായിട്ട് കൈയൊടിഞ്ഞു. പക്ഷേ ഉടമ്പടി അങ്ങനെ പറയത്തില്ല. അവൻ്റെ മെരിറ്റ് വർക്ക് ചെയ്യുന്നില്ല, ഇനി എന്ത് വർക്ക് ചെയ്യും? ഗ്രേസ് വർക്ക് ചെയ്യും. അതാണ് സംഭവം. മെരിറ്റ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മെരിറ്റ് പോയെന്നേ പറയാവൂ. മെരിറ്റ് പോയാൽ നമുക്ക് പ്രശ്നമില്ല. എന്താ കാര്യം? ഗ്രേസിൻ്റെ ചാനൽ കറക്റ്റല്ലേ? നമുക്ക് ഒരു ഇപ്പോൾ ഒരാൾ കല്യാണം നടത്താൻ നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ മകളുടെ കല്യാണം അടുത്ത മാസമാണ്, നമുക്ക് ഈ ആഴ്ച പൈസ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ അറിയുന്നു അയാൾ ആശുപത്രിയിലായെന്ന്. അതിൻ്റെ അർത്ഥം നമ്മളത് ചതിച്ചെന്നോ അയാൾ തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പോൾ പറഞ്ഞു അയ്യോ എൻ്റെ ഇല്ലല്ലോ, നിങ്ങൾ കിട്ടുന്ന അവിടേക്ക് ഇത് മേടിക്കാൻ പറയും. അപ്പോൾ നമുക്ക് അവിടെ ചവിട്ടിക്കിടാൻ തുടങ്ങും. അങ്ങനെയൊന്നും ചെയ്യരുത്. കാര്യം എന്താണ്? അതിൻ്റെ അർത്ഥം അയാൾക്ക് കാശ് മകളെ കെട്ടിക്കാൻ തരാമെന്ന് പറഞ്ഞു, ഇപ്പോൾ അയാൾ പറയാണ് തരണില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഇല്ല, പലിശക്ക് വാങ്ങിച്ച് തരാമെന്നാണ് പറഞ്ഞത്. ഈ ഭയങ്കര പലിശക്ക് മേടിക്കണത് ഭാര്യ തന്നെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അവർ പറഞ്ഞു എന്നാ മേടിക്കണമെന്ന് വിചാരിച്ച് അവരെവിടെയെങ്കിലും കാണട്ടാ, മകളെ കെട്ടിക്കണവർ കൈ കെട്ടിരിക്കുക, അവരെവിടെയെങ്കിലും കെട്ടി കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഊത്തലേ, കാശക്കടം മേടിച്ചാണെങ്കിൽ കൊടുക്കും നമുക്ക് എന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ കിഡ്നി വിറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഭാര്യ 5-8 ഡയലോഗ് വീട്ടിൽ പാസ്സാക്കിയപ്പോൾ തന്നെ പുള്ളി ഫ്ലാറ്റായി. പുള്ളി കൈമലത്തി കളഞ്ഞു. അയ്യോ മേടിച്ചങ്ങനെ തരാൻ പറ്റത്തില്ല കേട്ടാന്ന് പറയുമ്പോൾ ആരും മകളെ കെട്ടിക്കുക ഈയിടെ കാശ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് തോന്നി ഇയാളെ വെടിവെച്ച് കൊല്ലാൻ തോന്നും. പക്ഷേ ഉടമ്പടി ഭാഷ എന്താ പറയണത്? നിൻ്റെ മെരിറ്റ് പോയി, ഇനി എന്താണ് ചെയ്യാൻ പോണത്? ഗ്രേസ് വർക്ക് ചെയ്യാൻ പോകുന്നു. അല്ലാതെ അയാളുടെ വെടിവെച്ച് കൊല്ലാൻ അല്ല പോകേണ്ടത്. അതുകൊണ്ടാണ് നീ മുളയെടുക്കണത് അറിയുന്നില്ലേ? പുതിയ കാര്യം മുളയെടുക്കണത് അറിയേണ്ടതാണത്. പുതിയ കാര്യം ഇപ്പോൾ 43:19 ചോദിക്കണില്ല ഐസയ, പുതിയ കാര്യം മുളയെടുക്കണത് അറിയുന്നില്ലേ? എന്താ കാര്യം? മുളയെടുക്കണത് എന്താണ്? ഇയാളെ കാശ് തരാമെന്ന് പറഞ്ഞ് മകളെ കെട്ടിക്കാൻ നമുക്ക് കൊടുത്ത കാശാണ്, ഇപ്പോൾ അയാൾ കൈമലത്തണം. പക്ഷേ അത് കൈമലത്ത് നീ ദൈവഭയത്തിലാണെങ്കിൽ ഉടനെ പരിശുദ്ധാത്മ പറയും വെയിറ്റ്, മെരിറ്റ് പോയല്ല ഇല്ലേ? മെരിറ്റ് പോയില്ലേ? ഇനി നീ നോക്കിക്കോ, ടേസ്റ്റ് ആൻഡ് സീ ഹൗ ഗുഡ് ഈസ് ദ ലോർഡ്. കർത്താവ് എത്ര നല്ലവനാണെന്ന് നീ ഇനി അനുഭവിച്ചറിയും. കൈ അടിച്ച് കർത്താവ് അപ്പോഴേ മെരിറ്റ് പോയി കഴിഞ്ഞാൽ, യോഗ്യത പോയി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? പിന്നെ വർക്ക് ചെയ്യാൻ പോണ ബൾബ്, കത്താൻ പോണ ബൾബ് ഏതാണ്? യോഗ്യതയുടെ അല്ല, പിന്നെന്താണ്? കൃപയുടെ ബൾബാണ് കത്താൻ പോണത്. അപ്പോൾ നീ എന്ത് ചെയ്യണം? കൃപയുടെ ബൾബ് കത്താൻ പറ്റിയ സാഹചര്യങ്ങൾ നീ ഉണ്ടാക്കിയെടുക്കണം. വിശുദ്ധീകരണം, ശക്തീകരണം, ബൈബിൾ വായന, ദാനധർമ്മം, ഉടമ്പടിയുടെ എല്ലാവിധ നടപടിക്രമങ്ങളും ശക്തിപ്പെടുത്തണം. അല്ലാതെ അവനെ വെടിച്ചു കൊല്ലാൻ വേണ്ടി തോക്ക് മേടിക്കാൻ പോകല്ലേ ചെയ്യേണ്ടത്. ഉടമ്പടി നടപടിക്രമങ്ങൾക്ക് അറിയാതെ ചാനൽ ഔട്ട് ചെയ്യണം. ഒരു നാഷണൽ ഹൈവേ തന്നെ നീ വെട്ടണം കർത്താവുമായിട്ട്, അല്ല പഞ്ചായത്ത് റോഡ് പോരാ. കാര്യം ദൈവം മാത്രമേ സഞ്ചരിച്ചെത്തേണ്ട വഴികളാണിത്. ഈ ക്രിസ്റ്റി ജോസഫിൻ്റെ സാക്ഷ്യം ഭയങ്കര രസം വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കൈ ഒടിഞ്ഞല്ലോ. കൈ ഒടിഞ്ഞു കഴിഞ്ഞപ്പോഴും അവൻ പറയണത്, എനിക്ക് ആവശ്യത്തിന് ബുദ്ധിയും വിദ്യാഭ്യാസവും കഴിവുമൊക്കെ ഉണ്ട്, എനിക്ക് നല്ല വിശ്വാസത്തോടും കോൺഫിഡൻസ് ഉള്ള കാരണം ദൈവം എനിക്ക് വേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം വിശ്വാസിയാണ്, അവിശ്വാസിയല്ല, പക്ഷെ ദൈവത്തെ അത്യാവശ്യം വേണ്ട ഒരാളായിട്ട് പേഴ്സണൽ റിലേഷൻ, അതാണ് അദ്ദേഹം പറയുന്നത്. വ്യക്തിപരമായ റിലേഷൻ എനിക്കില്ല, എനിക്കങ്ങനെ ഒരു റിലേഷൻ വേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. അതാണ് സംഭവം. പക്ഷേ എന്താ പ്രോബ്ലം വെച്ചാൽ നമുക്ക് ഒരു വ്യക്തിപരമായ റിലേഷൻ അല്ലാതെ ദൈവമായിട്ട് വേറൊരു റിലേഷൻ സാധ്യമല്ല. അതാണ് പ്രശ്നം. ദൈവമായിട്ടൊരു ജനറൽ റിലേഷൻ സാധ്യമല്ല. ട്രാൻസ്പോർട്ട് ബസ്, നമ്മുടെ ബസ്സെന്ന് പറയത്തില്ലേ, ഇതിൽ നമ്മൾ തന്നെ കല്ലെറിയുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ജനറൽ റിലേഷൻ ദൈവമായിട്ട് സാധ്യമല്ല. ദൈവമായിട്ട് റിലേഷൻ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു റിലേഷൻ പേഴ്സണൽ റിലേഷനാണ്. അതാണ് നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ ബഹുമാന്യനാണ്, പ്രിയങ്കരനാണെന്നൊക്കെ പറയണത് പേഴ്സണൽ. ഐ ഹാവ് കാവ്ഡ് യു ഔട്ട് ഇൻ മൈ പവർ. നിന്നെ ഞാൻ എൻ്റെ 45:15 ഐസയാ, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഇംഗ്ലീഷ് ബൈബിളെ കുറച്ചുകൂടി മനോഹരമാണ്. ഐ ഹാവ് കാവ്ഡ് യു ഔട്ട് ഇൻ മൈ പവർ. എൻ്റെ ഉള്ളംകൈയിൽ കൊത്തിവെച്ചിരിക്കുന്നു, കാർവ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് യു ആർ ദ പാർട്ട് ഓഫ് മൈ ബോഡി.
നീ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് കൈയടിച്ച് കർത്താൻ ഹല്ലേലൂയ, ഹല്ലേലൂയ.